ഹലോ നമസ്കാരം. രാജസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തെ കിളിക്കൂടിൻ്റെ കഥയിലേക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ സുധീഷും ഹരീഷും കൂടെ മുട്ടാനടിയാണ്, ഭയങ്കര മുട്ടാനടി എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കിടക്കുന്ന സമയത്ത് സുഭാഷ് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്, നികേഷ് ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഹരീഷ് ഇങ്ങനെ, കാരണം ഹരീഷിനൊരു വിഷമം പോലെ. ഹരീഷ് നോക്കുമ്പോൾ സുധീഷ് അവിടെ കിടക്കുന്നുണ്ട്. സുധീഷും ഹരീഷും അടുത്തടുത്താണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഹരീഷ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് സോറി ഏട്ടാ എന്ന് പറയാണ്. അപ്പോൾ നീ പോടാ എന്നറിയാൻ പറയും. അപ്പം അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചു, ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല ഏട്ടാ, സുധീഷ് ഏട്ടാ സോറി എന്നൊക്കെ പറയും. അപ്പോൾ എന്നിട്ടിങ്ങനെ താടിക്കൊക്കെ പിടിക്കുക, വേണ്ട നീ വെറുതെ ഒരു കാര്യമില്ലാണ്ടല്ലേ അപ്പോൾ ഒരു അടി ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. അപ്പോൾ ക്ഷമിക്കുകയെന്ന് പറയും. അപ്പോഴേക്ക് നികേഷ് ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കും. ഇനി അതിൻ്റെ മേളിൽ തമ്മത്തലല്ലേ അറിയും. അപ്പോൾ നീ ഉറങ്ങിയിട്ടില്ല, അപ്പോൾ ഞാനെങ്ങനെ ഉറങ്ങാൻ, നമുക്ക് നാളത്തെ ഓണപ്പൂവിൻ്റെ ഒക്കെ സെറ്റാക്കണ്ടേ. സുധീഷേട്ടനോട് ഞാൻ പിന്നെ പൂക്കൾ വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞിട്ട് സുധീഷേട്ടനെ കേട്ടില്ല. എടാ നാളെ രാവിലെ നമുക്ക് പൂവ് മേടിക്കാം, നാളെ രാവിലെ പൂവ് മേടിച്ചിട്ട് മതിയോ പൂക്കൾ ഇടയ്ക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ തലേ ദിവസം അത് വാടിപ്പോവില്ല, ഇതാ വരുമ്പോൾ രാവിലെ ഫ്രഷ് പൂ കിട്ടും ചെയ്യും, നമുക്ക് രാവിലെ അത് വാങ്ങിയിട്ട് പൂവിടുകയെന്നറിയും. ഉറപ്പാണ് വയ്ക്കും, ഉറപ്പാണെന്നറിയും. അങ്ങനെ നോക്കുമ്പോൾ സുഭാഷ് ഉറങ്ങിയിട്ടില്ല. സുഭാഷ് ഇവരുടെ സംസാരം കേട്ട് ഇങ്ങനെ ചിരിച്ച് കിടക്കണ്ട കേട്ടോ. അങ്ങോട്ട് ഇവർക്ക് എതിരായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇയാളിങ്ങനെ ചിരിക്കുന്നതൊന്നും മറ്റൊരു കാണുന്നില്ല. ചിലപ്പോൾ മൂന്നുപേരും കൂടി ഭയങ്കര സ്നേഹപ്രകടനമാണ്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് ഓണ പരിപാടി തുടങ്ങണം, അടിപൊളിയാക്കണം കേട്ടോ എന്നൊക്കെ പറയും. എടുത്തി ആകെ വിഷമിച്ചിരിക്കാവും. എടുത്തി അപ്പോഴത്തെ സുധീഷേട്ടൻ്റെ ആ ഗായുവിൻ്റെ പേരിലാണ് എടുത്തിക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവുക. പറയുമ്പോൾ മതിയട നിർത്തുക, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നമുക്കത് വിടാം, നമുക്കിന്ന് ഓണം ആഘോഷിക്കാം എല്ലാവർക്കും പാടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ഭയങ്കര സന്തോഷമായിട്ട് മൂന്നുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുഭാഷ് അവിടെ കിടന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, കാരണം അതൊരു അല്ലാത്ത ശുദ്ധമായി പോയി, അശുദ്ധ പാവമായിപ്പോയി, അതാണ്. അത് കഴിഞ്ഞ് രാവിലെ നമ്മളെ നിധി എഴുന്നേക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നിധി എഴുന്നേറ്റ് പുറത്ത് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ കാണാനില്ല. മാത്രമല്ല വീടൊക്കെ അടിച്ച് തുടച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തി ഇട്ടുണ്ട്. ഇവരൊക്കെ എത്ര നേരത്തെ നീറ്റോ എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെ പുറത്ത് പോയി ബ്രഷൊക്കെ എടുത്ത് പേസ്റ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ കുളിക്കാനൊക്കെ പോകുന്നുണ്ട് ആൾ. കുളിച്ച് വന്ന് പിന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും പിറകുവശത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ വരാന്തയിൽ ഇവരൊക്കെ കൂടെ ഇരുന്നിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ നുള്ളി എടുക്കുകയാണ്, പൂവിടാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ട്, നാലാളും കൂടെ ഇരുന്നിട്ട് പൂക്കളിങ്ങനെ നുള്ളിയിടുന്നുണ്ട്. അപ്പോൾ സുഭാഷ് കുറച്ചും കൂടെ പൂവ് എന്തൊക്കെ കൊടുന്നു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അറിയാം നമുക്ക് എന്തായാലും നമുക്ക് മുറ്റത്തേക്ക് എടുത്ത് വെക്കാം എന്ന് പറയും. ഒക്കെ മുറ്റത്തേക്ക് എടുത്ത് വയ്ക്കുന്ന സമയത്ത് നികേഷിനോട് പറയും, നികേഷ് നീ പോയിട്ട് നിധിനെ വിളിച്ചിട്ട് വാ, നിധി എഴുന്നേറ്റിട്ടുണ്ട്, പോയി വിളിച്ചിട്ട് വാ എന്ന് പറയുന്നത്. അപ്പോൾ സുധീഷ് പോയി നിൽക്കുമ്പോൾ സുധീഷ് ഏട്ടാ പോണ്ട, എന്നോടാ പറഞ്ഞു, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്നിട്ട് അങ്ങനെ അവൻ പോയി നിധീനെ വിളിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ നിധി പോയിട്ട് വരികയാണ്. പോയിട്ട് വരുമ്പോഴേക്കും എല്ലാവരും നാലാളും കൂടെ മുറ്റത്ത് പൂവിടാൻ നിൽക്കുമ്പോഴേക്കും നമ്മളുടെ ഭാസ്കർ സൈക്കിളിൻ്റെ മുകളിൽ അങ്ങോട്ട് പറന്ന് വരിക. പറയുമ്പോൾ എടാ പൂടാൻ പറ്റേ അറിയും. അപ്പോൾ പൂടാൻ പറ്റടാ, ഈ പൂടിനതിൻ്റെ മുന്നേ കുറേ പരിപാടികളുണ്ട്. എന്ത് പരിപാടി അറിയും നിങ്ങൾ? ആദ്യം ഇതൊക്കെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വരാന്തൊക്കെ എടുത്ത് വെക്കുക. ആദ്യം പൂവ് മുറ്റം തളിക്കണം, തളിച്ച് വിട്ട് ചാണകം മെഴുകിയിട്ട് വേണം പൂവ് ഇടാമെന്ന് പറയുമ്പോൾ ഈ ചാണകം മെഴുകിയെന്ന് നോക്കിയാണ് നികേഷ്. അതെ അതാണ് പിന്നെ എന്നിട്ട് ഇങ്ങനെ ചാണകം മെഴുകി അതിൻ്റെ നടുക്ക് ഒരു ഉരുള ചാണകം വെച്ച് അതിൻ്റെ മുകളിൽ വലിയൊരു പൂ വെച്ച് പിന്നെ അതിന് ചുറ്റുമാണ് പൂവിടുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ പാറി പോവാതിരിക്കുക, ഒരു ദിവസം മുഴുവൻ പൂക്കൾ അങ്ങനെ ഒട്ടിപ്പിടിച്ച് അതിലിരിക്കും, പാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നിധി എടുത്ത് ഒഴിക്കും അറിയും. ശരിയാണ്, എൻ്റെ വീട്ടിൽ അമ്മൂമ്മയുടെ അടുത്ത് അമ്മമ്മ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നിധി പറയുന്നുണ്ട് കേട്ടോ. അതുതന്നെയാണ് എന്നറിയും. പിന്നെ ഓണട ഉണ്ടാക്കും. ഓണടയോ നോക്കും. പിന്നെ പൂവടയല്ല ഓണടയല്ല, പൂവട ഉണ്ടാക്കും. പൂവട ഉണ്ടാക്കും വയ്ക്കും. അത് പിന്നെ പൂക്കളുടെ ഇതിന് വേണ്ടിയിട്ടാണ് പൂവട എന്ന് പറയുന്നത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് അങ്ങനെ ഭാസ്കരെ ഇവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇവർ ഇങ്ങോട്ട് മുറ്റത്തേക്ക് എടുത്ത് വെച്ച് പൂക്കളൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ എടുത്ത് വെച്ച് ഭാസ്കരൻ ആദ്യം വെള്ളം തളിച്ച് അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി പിന്നെ ചാണകം നന്നായിട്ട് മെഴുകി അതിലൊരു ഉരുള ചാണകം വെച്ച് ബാക്കി ചാണകവെള്ളമൊക്കെ തളിച്ച്, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക പൂക്കളിടാൻ വേണ്ടിയിട്ട്. ആദ്യം മുറ്റൊക്കെ അടിച്ച് തളിച്ച് അതിൽ നിറയെ പിന്നെ അമ്മ അഥവാ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം ഒഴുകി പോകുമ്പോൾ പൂക്കൾ പോകാതിരിക്കുക അമ്മ ഒരു തറ കെട്ടുമായിരുന്നു, വലിയൊരു നമ്മളുടെ സൈക്കിളിൻ്റെ ഇതിൻ്റെ മറ്റേ മോട്ടോർ സൈക്കിൾ ഉണ്ടല്ലോ പണ്ടത്തെ, അതിൻ്റെ ടയർ വെച്ചിട്ട് തറ കെട്ടുമായിരുന്നു അമ്മ. അതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. അതിൽ മണ്ണ് നിറച്ച് പിന്നെ അതെടുത്ത് അതിലിങ്ങനെ ചുറ്റും മെഴുകി ചാണകമൊക്കെ മെഴുകി അത് ഈ ഉത്രാടം അത്തം തുടങ്ങുന്നതിൻ്റെ ഒരു 4 ദിവസം മുന്നേ പൂത്തറ ഇട്ട് വെക്കുമായിരുന്നു.
പൂത്തറ ഇട്ട് വെച്ച് പതുക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ആദ്യം ചാണകം മെഴുകിയിടും. പിന്നെ അത്തത്തിൻ്റെ അന്നാണ് പൂക്കളം ഇടുന്നത്. അത് തലേ ദിവസം ചാണകം മെഴുകും. പിന്നെ അന്ന് രാവിലെയും ചാണകം മെഴുകി അതിലിൻ്റെ നടുക്ക് ഒരു ഉരുള ചാണകം വെച്ച് അതിൽ മുക്കുറ്റിപ്പൂവാണ് ഞങ്ങളിവിടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റുപാറാണ് പൂക്കളിടുന്നത്. ഫസ്റ്റ് ഡേ ലാസ്റ്റ് അതിൻ്റെ ഇടയിൽ അത്തം എന്ന് പറഞ്ഞിട്ടൊരു പൂക്കളം കൊണ്ട് എഴുതി വയ്ക്കുമായിരുന്നു. എൻ്റെ ഓർമ്മകളിലെ ഓണാണത് കേട്ടോ. ഓക്കെ, നമുക്ക് സീരിയലിലേക്ക് തന്നെ വരാം. അങ്ങനെ ഭാസ്കരൻ അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് തന്നെ എല്ലാവരും കൂടെ പൂക്കളായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ മടിച്ച് നിൽക്കണം ചാണകത്തിൻ്റെ മണവും. പക്ഷേ അന്ന് നമുക്ക് അതൊക്കെ ഒരു എന്താ പറയുക, ഈ ഓണപ്പൂവിൻ്റെ മണവും ഈ ചാണകത്തിൻ്റെ മണവും ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഓണം തുടങ്ങിയെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. അക്കാലൊക്കെ പോയി കഴിഞ്ഞില്ലേ, ഇപ്പം ആരെന്ത് ചെയ്യണം. അങ്ങനെ അതൊക്കെ പൂക്കളൊക്കെ ഇട്ട് പൂക്കളെല്ലാവരും കൂടെ പൂക്കളിടുകയാണ്. ആ സമയത്ത് നമ്മളുടെ സുധീഷ് എന്ത് ചെയ്യുന്നറിയാമോ, നിധി പൂക്കളിടുന്നത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. എൻ്റെ വൈഫ് പൂക്കളം ഇടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അയാൾ അതങ്ങനെ എടുത്തിട്ട് ഇതാക്കുമ്പോഴേക്കും നിധിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നികേശ്വറിൻ്റെ അടുത്ത് ഫോൺ അടിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ഞാൻ കേട്ടടാ എന്ന് പറയും. അങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ അത് ദിവ്യയാണ് വിളിക്കുന്നത്. അപ്പോൾ ദിവ്യ പറയൂ എന്താ വിശേഷം നോക്കുമ്പോൾ എന്തോ ഒരു ഫോം അയക്കാൻ വേണ്ടിയിട്ടാണ്, കടലാസ് അയക്കാൻ വേണ്ടിയിട്ടാണ്. ഇതപ്പോൾ ഞാൻ തന്നെ അയച്ചു തരാമെന്നുണ്ട്. അത് വാട്സപ്പിൽ കൂടെ അയച്ചു കൊടുക്കുമ്പോഴാണ് ഈ സ്റ്റാറ്റസ് കണ്ടത്. സ്റ്റാറ്റസിൽ നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരിക. ആ ഫോണും കൊണ്ട് മുറ്റത്തേക്ക് വരുമ്പോൾ സുധീഷ് ഇങ്ങനെ ഒരു ചിരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അവനെന്ത് ചെയ്യും, അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും. പക്ഷേ അത് മറ്റവൾ കാണും, ഗായത്രിക്ക് അത് കാണുമ്പോൾ കൂടുതൽ ദേഷ്യമാവുക ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗായുൻ്റെ കൂട്ടുകാരത്തി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഇവിടെ ഒറ്റക്കാക്കി പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നാ പറഞ്ഞിട്ട് ആ കൂട്ടുകാരത്തി, നല്ല കൂട്ടുകാരത്തി, അവളവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവൾ ഫോൺ വലിച്ചെറിയുന്നത്, ബെഡിക്ക് തന്നെയാണ് വലിച്ചെറിയുന്നത് ഇത് കണ്ടിട്ടുള്ള ദേഷ്യത്തിന്. അങ്ങനെ പൂവൊക്കെ ഇട്ട് എല്ലാവരും കൂടെ അവിടെ നിന്ന് പൂവിളി വിളിക്കുകയാണ്. ആർപ്പോ ഇറോ എന്നൊക്കെ പറഞ്ഞ് പൂവിളി വിളിക്കുന്നുണ്ട്, ചുറ്റും നടക്കുന്നുണ്ട്. ആദ്യം നികേഷിന് ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ, അത് അച്ഛൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ ഒരു മടി. പിന്നെ ഹരീഷ് പറയും. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് മക്കളും മരുമകളും ഒക്കെ കൂടെ ചേർന്ന് പൂക്കളൊക്കെ ആർപ്പോ വിളിച്ച് നല്ല ഭംഗിയായിട്ട് പൂവിളി വിളിക്കുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ പിന്നെ ഓരോരുത്തർ പൊടി തട്ടണു, മാറാല തട്ടണു, അങ്ങനെ ഓരോരുത്തരായിട്ട് വീട് വൃത്തിയാക്കണു. അപ്പോഴേക്കും നിധി എന്തോ കായരിയെ അങ്ങനെ എന്തോ ചെയ്യുന്ന സമയത്ത് പിന്നെ കായക്കൊല കൊടുന്ന് തൂക്കുന്നുണ്ട് നമ്മളുടെ ഭാസ്കരൻ. നേന്ത്രക്കായ കൊണ്ടുവരുന്നുണ്ട്, വറുക്കാനുള്ളത് കൊടുന്ന് വെക്കുന്നുണ്ട്, ചെറുപഴം കൊടുന്ന് തൂക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം അവളെ സന്തോഷിപ്പിക്കാൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് കേട്ടോ. പിന്നെ കാണാൻ നമ്മൾ ഹരീഷ് കാണാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, നീതുവിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നീതു അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ നീ എന്താ ഹരീഷ് ഇവിടെ വന്ന് നിൽക്കണം, എന്താന്ന് ചോദിക്കുക. അപ്പോൾ റെഡി ഞാൻ നിന്നെ കാത്തു നിന്നതാ. എന്താ വയ്ക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാൻ കെട്ടാൻ പോകുന്ന പടിയിനൊന്ന് കാണണമെന്ന് വെച്ചാലോ എന്ന് പറയും. അതുകൊണ്ട് വന്നതാണ് അറിയടാ, അവിടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നിൻ്റെ ഭാഗ്യം എന്ന് പറയും. ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്താ ഞാൻ അങ്ങോട്ട് കയറി വരും. അപ്പോൾ പറഞ്ഞു നിനക്ക് പേടിയില്ല, എന്തിനു പേടി, എന്തായാലും ഞാൻ നിന്നെ കെട്ടണ്ടേ, പിന്നെ എന്തിനാ അപ്പോൾ പേടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ എന്താ വന്ന് ചോദിക്കുമ്പോൾ അവനൊരു ഒരു കവർ എടുത്ത് കൊടുക്കുക, എന്നാ നിനക്ക് സമ്മാനം എന്ന് പറയും. എടാ ഞാനിത് എന്നോട് വെറുതെ പറഞ്ഞ കേട്ടോ, ഇവള് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട് എനിക്കില്ലേ ഗിഫ്റ്റ് ഒന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് ഞാൻ വെറുതെ പറഞ്ഞത് പറയുമ്പോൾ നീ വെറുതെ പറഞ്ഞാലും ശരി, നാളെ ഇതെടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് വരണം, തിരുവോണത്തിനന്ന് ഉണ്ണാൻ വീട്ടിലാണ് പരിപാടി എന്ന് പറയും. അപ്പോൾ പറയും അപ്പോൾ അവിടെ നീ എന്തെങ്കിലും മാനേജ് ചെയ്തോ, നീ വീട്ടിലേക്ക് വാ, അവിടെ എല്ലാവരും ഉണ്ട്. പിന്നെ നിധിയർത്തിയുടെ ആദ്യത്തെ ഓണമല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ആഘോഷിക്കാറുണ്ട്, നീ മറക്കരുത് അടി, ഞാൻ പോട്ടെ, പിന്നെ കുറച്ച് പണിയുണ്ട് നീ ചെന്നിട്ട്. കാരണം അവിടെ നിധിയർത്തി എൻ്റെ ആദ്യത്തെ പിന്നെ ഓണായതുകൊണ്ട് എല്ലാവരും വലിയ ഗ്രാൻഡാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നീ നാളെ വരാൻ മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്നാണ്ട് പോവുകയാണ്. അപ്പോഴേക്കും ഇവൾക്ക് കുശുമ്പൂത്തും. അതുകൊണ്ടാണ് ഇപ്പോൾ ഓണം അവിടെ ആഘോഷിക്കാൻ തോന്നി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓണം ആഘോഷിക്കണം എന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ കുറച്ച് കുശുമ്പുള്ള കൂട്ടത്തിലാണ് അവൾ. കാരണം ഇവൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്നത് ഒന്നും ഇവൾക്ക് അത്ര പിടിക്കുന്നില്ല. കാരണം ഇവരൊക്കെ ആണെങ്കിൽ ഒത്തൊരുമയോടുകൂടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ നിധി വരെ. പക്ഷേ ഇവൾ അവിടെ പോയിട്ട് കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഇറക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു പെണ്ണായിട്ടാണ് തോന്നുന്നത്. എന്തായാലും കാണാം. അങ്ങനെ പിന്നെ വീട്ടിലാകുമ്പോൾ പിന്നെ കായ വറുക്കുന്നുണ്ട്, ഓരോരുത്തർ പുളിയഞ്ചി ഉണ്ടാക്കുന്നുണ്ട്, അച്ചാറിന്, അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് സുധീഷും ഓരോന്ന് ചെയ്യുന്നുണ്ട്, സുഭാഷും ഉണ്ട്. സുധീഷ് തേങ്ങ ചിലവേ, നിധി കായരി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് സുഭാഷ് എന്തോ പറയുമ്പോൾ സുധീഷ് ഇപ്പുറത്ത് വന്നിരുന്ന്
ഇവളെ നോക്കുക, നിധിനെ നോക്കുന്നുണ്ട്. നിധിനെ നോക്കിയിട്ട് പിന്നെ അപ്പോഴേക്കും അവനൊരു പാട്ടൊക്കെ ഓർമ്മ വരികയാണ്. അപ്പോൾ എന്താണ്, ഏതൊരു സിനിമയിൽ പൃഥ്വിരാജും ഒക്കെ കൂടെ ഉള്ളൊരു പാട്ടാണ് അത്. ഇവനിങ്ങനെ പാടി ഇവർ രണ്ടുപേരും കൂടെ, ഇവർ മാത്രമേ ഉള്ളൂ, അതായത് നിധിയും സുധീഷും മാത്രമേ ഉള്ളൂ ആ ഒരു സീനിൽ. ഇവരിങ്ങനെ ഇവളെ സ്നേഹിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ചിപ്സ് ഇങ്ങനെ അടുപ്പത്തിട്ടിരിക്കുക, എണ്ണയിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പാട്ടാണ്. ആ പാട്ടിനനുസരിച്ചുള്ള സീനുകളാണ്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇവൻ പെട്ടെന്ന് കൈയിട്ട് ചിപ്സ് കൈയും കൊണ്ട് വാരുന്നതായിട്ട് ഇവൻ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ഇവൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കുക. അപ്പോഴേക്കും സ്വപ്നത്തിൽ നിന്നൊക്കെ പോകുന്ന ആൾ, അതുവരെ മൂപ്പര് മായിക ലോകത്തായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ചിപ്സ് കൈ കൊണ്ട് എടുക്കുന്നത് ആ പാട്ട് സീനിലുള്ളതാണ്. അവങ്ങനെ കൈ കൊണ്ട് എടുക്കുന്നത്. പക്ഷേ അവന് തോന്നി അവൻ ശരിക്കും എടുക്കാമെന്ന്. അങ്ങനെ അവൻ അയ്യോ പറയുമ്പോൾ എല്ലാവരും ഓടി വരും. എന്താ പറ്റി വെച്ചിട്ട് ഓടി വരുന്നുണ്ട്. ഒന്നുമില്ല ഏട്ടാ, ഞാൻ ചിപ്സ് കോരി എന്ന് പറയുമ്പോൾ അതിന് ചിപ്സ് അരിയുന്നല്ലുള്ളൂ, അവിടെ കായ അരിയുന്നല്ലുള്ളൂ, പിന്നെ അവിടെ ചിപ്സ് വയ്ക്കുമ്പോൾ അത് ഞാൻ വെറുതെ ഇങ്ങനെ ഇതാക്കിയതാണ്, സങ്കല്പിച്ചതാണ് എന്നങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി. എല്ലാവർക്കും എല്ലാവരും ഉണ്ട്, പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കുറേ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ സുധീഷല്ല ഹരീഷിൻ്റെ അടുത്ത് നികേഷ് പറയും എന്താ ചെയ്യണമെന്ന് വയ്ക്കുമ്പോൾ വെറുതെ ആ ഗെയിം കളിക്കുകയാണെന്ന് പറയും. അപ്പോഴേക്കും സുധീഷും കയറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴേക്കും സുഭാഷ് കുറേ കവറുകളായിട്ട് വന്നിട്ട് എല്ലാവർക്കും ഓണക്കോടി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ നിധീനെ വിളിക്കുന്നത്, നിധിക്ക് ഹരീഷിന്, നികേഷിന്, സുധീഷിന് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ അച്ഛനപ്പോഴൊക്കെ അച്ഛൻ വരുമ്പോൾ അച്ഛനും കൊടുക്കുന്നത്. ഇതെന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഓണക്കോടി അച്ഛാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓണക്കോടി എടുക്കണം. അപ്പോൾ എല്ലാ കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് സുഭാഷിനെ. പക്ഷേ എന്താ വെച്ചാൽ ഇവരുടെ സന്തോഷം അസ്ഥാനത്താവുന്നുണ്ട് തോന്നുന്നു. കാരണം പിറ്റേ ദിവസം, അതായത് അന്ന് തന്നെയാണോ ഇനി പിറ്റേ ദിവസമാണോ എന്നറിയില്ല, ഈ ഗായത്രിയിൽ ഫ്രണ്ട്സ് ചെക്കന്മാരുണ്ടല്ലോ, ആ ചെക്കന്മാരൊക്കെ കൂടെ വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇവരെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നാളത്തെ ഒരു ഇത് കാണിക്കുന്നത്. എല്ലാവരും മിസ്സാക്കണ്ട് നമ്മുടെ സീരിയൽ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു തിരുവോണമാവട്ടെ. ഇന്ന് ഉത്രാടം, നാളെ തിരുവോണം. എല്ലാവർക്കും നല്ലൊരു പൊന്നോണം ആഘോഷിക്കട്ടെ. എല്ലാ സന്തോഷവും സമൃദ്ധിയും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.